ഗോൾഡ് ലോൺ ട്രഷർ ട്രീന്ന് എടുക്കണം. ഗോൾഡിന്റെ വാല്യൂവിനനുസരിച്ച് മാക്സിമം ഫണ്ടും കിട്ടും. ഇൻട്രസ്റ്റ് റേറ്റ് മറ്റെവിടത്തെക്കാളും കുറവുമാണ്. ട്രഷർ ട്രീ ഇൻവെസ്റ്റ്മെന്റ്സ് ലിമിറ്റഡ്. ട്രഷർ ഓഫ് ട്രസ്റ്റ്. കോണോട്ട് പൈലിത്തൊമ്മൻ. ഞങ്ങളുടെ കുടുംബത്തിൽ കാരണവരാ. അന്നമ്മ ഇതിങ്ക വേണമാ? ഇതാ ആരത്? പുള്ളി. ആരാ? ആരാ? എടോ താൻ ആരാന്ന്? ഹലോ, എങ്ങോട്ടാ? മോൾ എവിടെയാണ് താമസിക്കുന്നത്? ആണെങ്കിൽ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. മോളുടെ കൂടെ ഒരാൾ താമസിക്കുന്നില്ലേ, ഒരു ഉടായപ്പ്, അവളെ വിളി. ഉടായിപ്പോ? അതാരാ? ചേട്ടാ ഒളിച്ചിരിക്കായിരുന്നല്ലേ? സ്പേസ് ഇല്ല, സ്റ്റെപ്പ് കേറണം, ലിഫ്റ്റ് ഇല്ല, ലിഫ്റ്റ് ഇല്ല, ഫ്രീഡം കുറവാണ് അല്ലേ മോളെ? 30 വീട്, 30 വീടാണ് ബാബുട്ടൻ കാണിച്ചത്. കൊച്ചിയിൽ ഏത് ബ്രോക്കർ കാണിക്കും? മോള് പറ. അതില്ല, എന്നെ പറ്റിച്ച് നേരിട്ട് ഡീലെടുത്താന്ന് വിചാരിച്ചല്ലേ? ഞാനും മോളായിട്ടുള്ള ബന്ധം അറിയാത്തോണ്ടാ. ചേട്ടനെന്ത് എന്തുവായി പറയുന്നേ? ചേട്ടനെ പറ്റിക്കാനോ? ചേട്ടനെ പറ്റിച്ചോണ്ട് കൊച്ചിയിൽ ജീവിക്കാൻ പറ്റുമോ? നിങ്ങളെ വിളിക്കുന്ന കാര്യം ഞാൻ ഇപ്പൊ ഇവരോട് പറഞ്ഞതേ ഉള്ളൂ. ശരി, മോള് കുടിക്ക്. എങ്ങനെയുണ്ട്? എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന്റെ കമ്മീഷൻ അല്ലേ, അത് ഞാൻ നാളെ തന്നെ തന്നേക്കാം, പോരെ? നാളെ മറ്റന്നാൾ ആ പരിപാടി ഇവിടെ നടക്കില്ല. എൻ്റെ കാശ് എനിക്ക് ഇപ്പം കിട്ടണം. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ടീംസാണ് നിങ്ങൾ. എന്റെ പൊന്നു ചേട്ടാ, ഇപ്പൊ കയ്യില്ലാത്തത് കൊണ്ടല്ലേ. നാളെ തന്നെ വന്നോ, രാവിലെ വന്നോ, സെറ്റാക്കി തന്നിരിക്കും. ഉറപ്പാണേ, അല്ലെങ്കിൽ നാളെ രാവിലെ വീണ്ടും മുങ്ങൂ. ശേ, ഞങ്ങൾ അങ്ങനെ ചെയ്യൂ? എൻ്റെ നമ്പർ കയ്യിലില്ലേ, ഡിലീറ്റ് ചെയ്യണ്ട. ഈ സ്വഭാവം വെച്ചാണെങ്കിലേ വൈകാതെ വിളിക്കേണ്ടി വരും, മറക്കണ്ട. ഓ ശരി. മോളെ നല്ല തൊണ്ട് വേദന, അക്കാട്ടൻ ചായ നന്നായി വരും. ഉണ്ണീച്ചേട്ടാ, ഒരു കാര്യം ഒഴിക്ക്. ഇനി ഇതുപോലെ ആരെങ്കിലും വലിഞ്ഞേറി വരുവോടി? എന്റെ ഋതു, നിന്റെ പുച്ഛത്തിന്റെ അളവ് കുറച്ചാലേ മദ്യത്തിന്റെ അളവ് നമുക്ക് കൂട്ടാം, കേട്ടാ? ഓ വന്നേരി, വാ. ചൊറിഞ്ഞു വരുന്നുണ്ട്, പിന്നെ കുപ്പിയുടെ കാര്യമായി പോയി. ഏതൊഴിക്കണം? ഇതൊഴിക്കട്ടെ? എന്നടി? അല്ല, നമ്മുടെ അന്നമ്മയും ഹൗസ് ഓണറും തമ്മിലുള്ള ഈ അന്തർധാരം ബ്രോക്കർ എത്ര പെട്ടെന്ന് പിടിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല.
കൊണ്ടുവാടി ഇതന്നെ തരാൻ. അച്ചാറ് മാത്രം ഉള്ള ഇല്ലേടി, നിന്റെ അച്ഛൻ്റെ അച്ചാറൂടെ ഉണ്ട്. ലിസൺ ലേഡീസ്, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറ മാഡം. ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള മാനസികസ്ഥയിലല്ല. നാളെ ആവട്ടെ പ്ലീസ്. മോഡല്ലേ പ്ലീസ്. ക്ലാസ് ഒന്നും ഇല്ല. ഐ ആം ഡാം സീരിയസ്. കഴിഞ്ഞ തവണ നമ്മളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ആ തെരിയും. അപ്പൊ അന്തമാതിരി കുൽസിത പ്രവൃത്തികളൊന്നും ഇവിടെ ഇനി പറ്റത്തില്ല. എന്നത് കുലസതയാ? ഓ കുൽസിതയല്ല, ചെറുക്കന്മാരെ ഒന്നും കയറ്റാൻ പറ്റത്തില്ലെന്ന്. ഓ അത് അമ്മു എന്നോടതാ. ഇതെന്തൊരു കഷ്ടമാണ്. ഞാൻ മാത്രമൊന്നല്ലല്ലോ, അന്നമ്മ അല്ലേ അല്ലേ? പല പേരെ കയറ്റി കഷ്ടകാലത്തിന് എന്നെ പിടിച്ചു വെച്ച്. അടി പാവി, അതേ മാമാടി. മാമയോ കോമയോ നീ കയറ്റിയോ അതും പറഞ്ഞാ മതി വെറുതെ. അതെ, ഞങ്ങൾക്കിത് വല്ലപ്പോഴും. നീ അങ്ങനെയാണോ? ഇതെന്താണിത്? ഗേൾസ്, വാട്ട് കൻ ഐ ഡു യാർ? ഇറ്റ്സ് ഇൻ മൈ DNA. സോ ഐ ലുക്ക് വെരി ഹോട്ട്. അപ്പൊ കുറച്ച് ബോയ്സ് ഫാൻസ് ഒക്കെ കൂടുതലായിരിക്കും. ഓഫ് കോഴ്സ് അവരെന്നെ കാണാൻ വരും. പിന്നെ വരുന്നവരെല്ലാം ആ കണ്ണുകൊണ്ട് കാണരുത്. നിങ്ങളെ പറ്റി ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. മോശപ്പോയി, വളരെ മോശം. ഇപ്പൊ അങ്ങനെയല്ലേ? കഴിഞ്ഞതിന്റെ പെർഫോമൻസ് മര്യാദയ്ക്ക് പറയുക. ഇനി ഇവിടെ ചെറുക്കന്മാരെ കയറ്റാൻ പറ്റത്തില്ല. ഓ ഇവള് വലിയ തമ്പുരാട്ടി. അതെ, നീയും കുറെ കയറ്റിട്ടുണ്ടല്ലോ. നിനക്ക് പിന്നെ നല്ല ഉഗ്രൻ തീപ്പ് കിട്ടിയോട്ടല്ലേ? ഡി അമ്മു, വെള്ളം ഒടിച്ചൊരുമാതിരി അലമ്പ് കാണിക്കരുത്. വാ അടിച്ചു മിണ്ടായിരിക്കെ. അവൾ എന്തെങ്കിലും കാണിക്കട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. മാറങ്ങോട്ട്. അമ്മ உங்ககிட்ட நான் நிறைய தடவை சொல்லியிருக்கேன், இந்த மாதிரி தண்ணி அடிக்கும் போது இந்த டோக்கு வேணான்னு. ഡി കുറച്ച് ഓവറാണ് കേട്ടോ നീ. ரொம்ப ഓവറല്ലേ? അതെ, അവക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ ചുമ്മാ അലമ്പാക്കായിരുന്നാ മതി. അവള് നമ്മുടെ ഉരുക്ക് വനിതയല്ലേ? കരയുന്നു. അയ്യോ എന്റെ ഉരുക്ക് വനിത. ഋതു എന്തു പറ്റി? എന്നാ നിങ്ങളൊരു സത്യം ചെയ്തല്ലേ, ഞങ്ങളൊന്നും പറയില്ലെന്ന്. എടി, ഇനി ഇവിടെ ആരും അങ്ങനെയൊന്നും പറയില്ല. നീ പുറത്തു വാ. ഇല്ല, എനിക്കറിയാം നിങ്ങൾ ഇനിയും പറയും. ഞാൻ വരത്തില്ല. പോ. ആഹാ, നല്ല തീരുമാനം. അവിടെ തന്നെ കിടന്നോട്ടാ. ഞാൻ സമയത്തിന് ഭക്ഷണം അകത്തെത്തിച്ചേക്കാം. മിണ്ടായിരിക്കും. ഓംറ എനിക്കറിയാം അവള് മനഃപൂർവ്വം പറഞ്ഞത്. കാണിച്ചു കേട്ടോ. ഋതു, നീ പുറത്തു വാ. ഇവക്കുള്ള നമുക്ക് കൈയോടെ കൊടുക്കാം. ആമാടി, നീ വെളിയില് വാ. മുതലാടി ഉന്നോടേതാ. ഇനിയിപ്പോ നീ പുറത്ത് വന്നില്ലെങ്കിലും ഇവളെ ഞങ്ങൾ ഇടിക്കും. അവസാനം നീ കണ്ടില്ലെന്ന് പറയരുത് കേട്ടോ. പിന്നെ എന്റെ കൈ മാങ്ങോർക്കാൻ പോയിക്കോല്ലേ. വായോ.
നിങ്ങൾ എല്ലാവരും എന്നെ ഇടിക്കുന്ന ഉറപ്പാണോ? ആ കൺഫേം. കൺഫേം. ഓഹോ, ആ. എന്നാ അന്ന് കാണല്ലോ. ആ. ഇന്ന് ആ, തിങ്കളാഴ്ച വെളിയിലോട്ട്. ഹാപ്പിയല്ലേ? നീ ഹാപ്പിയല്ലേ? നീ ഓൾറെഡി ഹാപ്പി ആണല്ലോ. അതെ, എന്നെ കുപ്പി അടിച്ചെടുത്തൂടെ?